ഓക്കെ, നാലാമത്തെ ചാപ്റ്ററിൽ പേശിക്രമം എന്ന ഭാഗത്ത് നിന്നും വൺ വേർഡ് മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, 91ാമത്തെ ചോദ്യം. ATP ഈസ് ഫോംഡ് ഇൻ മസിൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഡ്യൂ ടു സെല്ലുലർ റെസിപ്രേഷൻ. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ATP മസിലുകളിൽ രൂപപ്പെടുന്നത് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ സെല്ലുലർ റെസിപ്രേഷൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. സോ ഹൗ ATP ഈസ് ഫോംഡ് ഇൻ ദ മസിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഡ്യൂ ടു സെല്ലുലർ റെസിപ്രേഷൻ. സെല്ലുലർ റെസിപ്രേഷൻ്റെ പരിണിത ഫലമായിട്ട് ഓക്സിജൻ്റെ സാന്നിധ്യത്തിലാണ് ATP രൂപപ്പെടുന്നത്. ഇനി 92ാമത്തെ ചോദ്യം. മസിൽസ് ഗെറ്റ് എനർജി ടു ഫങ്ഷൻ ഫ്രം ATP മോളിക്യൂൾസ്. എവിടെ നിന്നാണ് മസിൽസിന് ഫങ്ഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാണ്? മസിൽസ് ഗെറ്റ് എനർജി, മസിൽസുകൾക്ക് ഊർജ്ജം ലഭിക്കുന്നു ഫങ്ഷൻ ഫ്രം ATP മോളിക്യൂൾസ്. അതായത് ATP മോളിക്യൂളിൽ നിന്നാണ് മസിലുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത്. ഇനി 93ാമത്തെ ചോദ്യം. വെൻ സ്കെൽറ്റൽ മസിൽസ് ഫങ്ഷൻസ് കണ്ടിന്യൂസ്ലി, അതായത് അസ്ഥിപേശികൾ തുടർച്ചയായിട്ട് സംഭവിക്കുമ്പോൾ, ഉദാഹരണത്തിന് എക്സസൈസ്, ഇറ്റ് നീഡ്സ് ടു ഗെറ്റ് മോർ ഓക്സിജൻ. അതിന് എന്ത് ചെയ്യുന്നു? ഏതൊരു പ്രവർത്തനവും തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവയ്ക്ക് കൂടുതലായിട്ടുള്ള ഓക്സിജൻ്റെ അനിവാര്യതയുണ്ട്. ഓക്കെ, 94ാമത്തെ ചോദ്യം. ഇഫ് ദ മസിൽസ് ഡോണ്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് ഓക്സിജൻ മസിൽസ് ബിക്കം വീക്ക്. അതായത് നമ്മളുടെ മസിലിന് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മളുടെ മസിലുകൾ എന്തായിത്തീരും? അവ വീക്ക് ആയിത്തീരും. ആൻഡ് ദേ മേ ടെമ്പററിലി ലൂസ് ദ കപ്പാസിറ്റി ടു കോൺട്രാക്ട്. അവ ചെറിയ ഒരു സമയത്തേക്ക് കോൺട്രാക്ട് ചെയ്യുവാനുള്ള അവയുടെ കപ്പാസിറ്റിയെ നഷ്ടപ്പെടുത്തും. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കുക. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ മസിൽസ് ഡോണ്ട് ഗെറ്റ് ഓക്സിജൻ പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇഫ് ദ മസിൽസ് ഡോണ്ട് ഗെറ്റ് പ്രോപ്പർലി ഓക്സിജൻ, മസിലുകൾക്ക് പ്രോപ്പർലി ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ ദേ മേ ടെമ്പററിലി ലൂസ് ദ കപ്പാസിറ്റി. അവ ചെറിയൊരു സമയത്തേക്ക് അവയുടെ കപ്പാസിറ്റി നഷ്ടപ്പെടുന്നതിന് കോൺട്രാക്ട് ചെയ്യുവാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. 95ാമത്തെ ചോദ്യം. ഇഫ് ദ മസിൽസ് ഡോണ്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് ഓക്സിജൻ മസിൽസ് ബിക്കം വീക്ക് ആൻഡ് ദേ മേ ടെമ്പററിലി ലൂസ് ദ capacity contract. This condition is called muscle fatigue. എന്താണ് മസിൽ ഫെറ്റീഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് മസിൽ ഫെറ്റീഗ് അല്ലെങ്കിൽ പേശിക്രമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മസിലുകൾ പ്രവർത്തിക്കുവാൻ ആവശ്യമായ മസിൽസ് ഡോണ്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് ഓക്സിജൻ, മസിലുകൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ മസിൽസ് ബിക്കം വീക്ക്, മസിൽസ് എന്ത് ചെയ്യുന്നു? വീക്ക് ആയിത്തീരുന്നു. ആൻഡ് ദേ മേ ടെമ്പററി ലൂസ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്. അവ ചെറിയൊരു പീരീഡ് സമയത്തേക്ക് കോൺട്രാക്ട് ചെയ്യുവാനുള്ള ചുരുങ്ങുവാനുള്ള അതിൻ്റെ ആ കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് മസിൽ ഫെറ്റീഗ്. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മസിൽ ഫെറ്റീഗ് എന്ന്. 96ാമത്തെ ചോദ്യം. ഇൻ ഹ്യൂമൻ ബീയിങ്സ് മസിൽസ് ആർ കണക്റ്റഡ് ടു എയ്തർ ബോൺസ് ഓർ ടു കാർട്ടിലേജസ്. അതായത് മനുഷ്യ ശരീരത്തിൽ മസിലുകൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നുകിൽ ബോണുകളോട് അല്ലെങ്കിൽ അസ്ഥികളോടായിരിക്കാം, അല്ലെങ്കിൽ കാർട്ടിലേജസിനോടായിരിക്കാം. അപ്പോൾ സോ ഇൻ ഹ്യൂമൻസ് വിത്ത് വാട്ട് ദ മസിൽസ് ആർ കണക്റ്റഡ് എന്ന് ചോദിച്ചാൽ ഇൻ ഹ്യൂമൻസ് മനുഷ്യരിൽ അത് മസിൽസ് ആർ കണക്റ്റഡ്, മസിലുകൾ പേശികൾ കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒന്നുകിൽ ബോൺസിനോട്, എയ്തർ ബോൺസ് അതായത് കാർട്ടിലേജിനോട്, ഓർ അല്ലെങ്കിൽ ടു കാർട്ടിലേജസ് അതായത് കാർട്ടിലേജിനോടായിരിക്കാം. ഓക്കെ, ഇനി 97ാമത്തെ ചോദ്യം. ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്സ് ഈസ് മെയ്ഡ് പോസിബിൾ ഡ്യൂ ടു ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് മസിൽസ് ആൻഡ് ബോൺസ്. അതായത് എങ്ങനെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ചലനം സാധ്യമാകുന്നത്? ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്സ് ഈസ് പോസിബിൾ, സാധ്യമായി തീരുന്നത് എങ്ങനെയാണ്? ഡ്യൂ ടു ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് മസിൽസ് ആൻഡ് ബോൺസ്. അതായത് മസിലുകളുടെയും പേശികളുടെയും എല്ലുകളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവ സാധ്യമാകുന്നത്. ഇനി 99ാമത്തെ ചോദ്യം. സ്കെൽട്ടൻ ഈസ് ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി. വാട്ട് ഈസ് ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി എന്ന് ചോദിച്ചാൽ സ്കെൽട്ടൻ ഈസ് ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി. ഇനി 100ാമത്തെ ചോദ്യം. ദ അഡൾട്ട് ഹ്യൂമൻ സ്കെൽട്ടൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 206 ബോൺസ്. അതായത് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ എത്രയാണ്? ൻ്റെ ശരീരത്തിൽ എത്ര ബോണുകൾ കാണും? 206 ബോണുകളാൽ അല്ലെങ്കിൽ അസ്ഥികളാൽ നിർമ്മിതമാണ്. അതായത് ഒരു പ്രായപൂർത്തിയായ മനുഷ്യനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ 206 അസ്ഥികൾ ഉണ്ടായിരിക്കും. ഇനി 101ാമത്തെ ചോദ്യം. ജോയിൻസ് ആർ ആൻ ഏരിയ വെയർ ടു ബോൺസ് വർക്ക് ടുഗദർ. വാട്ട് ഈസ് എ ജോയിൻ? ജോയിൻസ് ആർ ഏരിയ. അതായത് ജോയിൻസ് എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള സ്ഥലങ്ങളാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? 2 ബോണുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ 2 അസ്ഥികൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. ഇനി 102ാമത്തെ ചോദ്യം. കാർട്ടിലേജ് ഈസ് എ ക്യുഷ്യനിങ് ദാറ്റ് കവേഴ്സ് ദ എൻഡ് ഓഫ് 2 ബോൺസ്. എന്താണ് കാർട്ടിലേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു കുഷ്യൻ പോലെയാണ്. കാർട്ടിലേജ് ഈസ് എ ക്യുഷ്യനിങ്, അതൊരു കുഷ്യൻ പോലെയാണ്. ദാറ്റ് കവേഴ്സ്, അത് കവർ ചെയ്യുന്നു അല്ലെങ്കിൽ മൂടിയിരിക്കുന്നു ദ എൻഡ് ഓഫ് 2 ബോൺസ്, അതായത് 2 അസ്ഥികളുടെ അറ്റങ്ങളെ മൂട വച്ചിരിക്കുന്ന ആ പദാർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 103ാമത്തെ ചോദ്യം. ലിഗമെന്റ്സ് ആർ tough bands of tissue that join bones to other bones to strengthen joints. ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലിഗമെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ലിഗമെന്റ്സ് ആർ
ടഫ് ബാൻഡ്സ് ഓഫ് ടിഷ്യൂ. ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത് കട്ടിയുള്ള പേശി കലകളാണ്. ഓക്കെ, ദാറ്റ് ജോയിൻസ് ബോൺസ്, അവ ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ടു അതർ ബോൺസ്, മറ്റ് ബോണുമായിട്ട് ഒരു ബോണിനെ അല്ലെങ്കിൽ ഒരു അസ്ഥിയെ മറ്റൊരു അസ്ഥിയുമായിട്ട് ബന്ധിക്കുന്നു. ടു സ്ട്രെങ്തൻ ദ ജോയിൻസ്, അവ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ജോയിൻറ്റുകളെ ശക്തിയുള്ളതാക്കി തീർക്കുന്നു. ഇനി 104ാമത്തെ ചോദ്യം, ദർ ആർ മോർ ദാൻ 600 സ്കെൽറ്റൻ മസിൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മളുടെ ശരീരത്തിൽ ഏകദേശം 600ഓളം സ്കെൽറ്റൻ മസിലുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ അസ്ഥിപേശികൾ 600 ഒരു മനുഷ്യ ശരീരത്തിൽ ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 105ാമത്തെ ചോദ്യം, ടെൻഡൻസ് ആർ മെയ്ഡ് ഓഫ് സ്ട്രോങ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് ആൻഡ് ദേ അറ്റാച്ച് മസിൽസ് ടു ബോൺസ്. ടെൻഡൻസ് എന്താണ് ചെയ്യുന്നത്, സ്ട്രോങ് കണക്റ്റീവ്, വളരെ ശക്തിയുള്ള കട്ടിയുള്ള കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അവ ബോണുമായിട്ട് മസിലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി 106ാമത്തെ ചോദ്യം, ദ പാർട്സ് ഓഫ് ഹ്യൂമൻ സ്കെൽറ്റൻസ് ആർ, അതായത് ഒരു ഹ്യൂമൻ സ്കെൽറ്റൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ആക്സൽ സ്കെൽറ്റൻ, രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടത്തിൽ മുഖ്യമായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ആക്സൽ സ്കെൽറ്റൻ അല്ലെങ്കിൽ അക്ഷാസ്ഥികൂടം, രണ്ടാമത്തേതായിട്ട് അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ അല്ലെങ്കിൽ അനുബന്ധ അസ്ഥികൂടം. സോ വിച്ച് ആർ ദ 2 പാർട്സ് ഓഫ് ദ ഹ്യൂമൻ സ്കെൽറ്റൻ എന്ന് ചോദിച്ചാൽ ആക്സൽ സ്കെൽറ്റൻ അഥവാ അസ്ഥികൂടം, അതുപോലെ തന്നെ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ അഥവാ അനുബന്ധ അസ്ഥികൂടം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി 107ാമത്തെ ചോദ്യം, ആക്സൽ സ്കെൽറ്റൻ കൺസിസ്റ്റ് ഓഫ് ബോൺസ് സീൻ ഇൻ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ സെൻട്രൽ ആക്സിസിലുള്ള ബോണുകളാൽ നിർമ്മിതമാണ് ആക്സൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 108ാമത്തെ ചോദ്യമാണ്, ആക്സൽ സ്കെൽറ്റൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ് ഇൻ അവർ ഹെഡ്. അതായത് ആക്സൽ സ്കെൽറ്റൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആക്സൽ സ്കെൽറ്റനിൽ ഉള്ള അസ്ഥികൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ബോൺസ് ഇൻ അവർ ഹെഡ്, അതായത് നമ്മളുടെ തലയിലുള്ള അസ്ഥികൾ, നെക്കിലുള്ള അതായത് കഴുത്തിലുള്ള അസ്ഥികൾ, ബാക്കിൽ പുറകുവശത്തുള്ള അസ്ഥികൾ, അതുപോലെ തന്നെ ചെസ്റ്റ്, അതായത് നമ്മളുടെ നെഞ്ചംകൂട് എന്നൊക്കെ പറയുമല്ലോ, ഈ ചെസ്റ്റിലുള്ള അസ്ഥികൾ. അപ്പോൾ അതായത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഈ നട്ടെല്ലും തലയോട്ടിയും കഴുത്തെല്ലും അതുപോലെ തന്നെ നെഞ്ചാങ്കൂടും കൂടി ചേർന്നതാണ് ആക്സൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. ഇനി 109ാമത്തെ ചോദ്യം, അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ അല്ലെങ്കിൽ അനുബന്ധ അസ്ഥികൾ കൺസിസ്റ്റ് ഓഫ് ദ ബോൺസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ സെൻട്രൽ ആക്സിസ്. അതായത് നമ്മളുടെ സെൻട്രൽ ആക്സിസ് ആയിട്ടുള്ള ആ ബോണുകളോട് കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ബോണുകളെയും നമുക്ക് ഒന്നിച്ച് അനുബന്ധ അസ്ഥികൾ അല്ലെങ്കിൽ അപ്പൻഡിക്കുലർ ബോൺസ് എന്ന് പറയാവുന്നതാണ്. ഇനി 110ാമത്തെ ചോദ്യം, അവർ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ് ദാറ്റ് അറ്റാച്ച് ടു അവർ ആക്സൽ സ്കെൽറ്റൻ. അതായത് നമ്മളുടെ അനുബന്ധ അസ്ഥികൾ ബോണുകളാൽ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് സ്കെൽറ്റൻ. അതായത് നമ്മുടെ അനുബന്ധ അസ്ഥികൂടം എങ്ങനെയാണ്, ബോണുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അവ എന്താണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആക്സൽ സ്കെൽറ്റനുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നവയാണ് എന്നാണ് പറയുന്നത്. ഇനി 111ാമത്തെ ചോദ്യം, അവർ ഹെഡ് കണ്ടെയ്ൻസ് 29 ബോൺസ്. അതായത് നമ്മളുടെ ശിരസിൽ 29ഓളം ബോണുകൾ അല്ലെങ്കിൽ അസ്ഥികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി 112ാമത്തെ ചോദ്യം, ദ സ്റ്റെറൂം ഈസ് കൺസിഡേർഡ് ടു ബി 1 യൂണിറ്റ് യെറ്റ് ഇറ്റ് ഈസ് ഡിവൈഡഡ് അനോട്ടമിക്കലി ഇൻ ടു 3 റീജിയൻസ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്റ്റെറൂം എന്ന് പറയുന്ന ആ ഭാഗമുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗം കൺസിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തെല്ലാമാണ്, ആ ഭാഗം കൺസിസ്റ്റ് അല്ലെങ്കിൽ ആ ഭാഗത്തെ നമ്മൾ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാൽ പോലും അവയിൽ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഏതാണ്, മനൂബ്രിയം, ബോഡി ആൻഡ് സിഫോയിഡ് പ്രോസസ്. അതായത് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അവ നമ്മൾ ഓൾറെഡി ഈ ഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളുടെ മറ്റ് ചാനലുകൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കംപ്ലൈൻ്റ് ഉള്ളവർ ആ ഭാഗം റെഫർ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി 113ാമത്തെ ചോദ്യം, പീപ്പിൾ ആർ ബോൺ വിത്ത് 12 റിബ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ബോഡി മേക്കിംഗ് എ ടോട്ടൽ ഓഫ് 24 റിബ്സ്. അതായത് മനുഷ്യൻ ജനിക്കപ്പെട്ടിരിക്കുന്നത് 12 റിബുകൾ അല്ലെങ്കിൽ വാരിയലുകളോട് കൂടിയാണ് ഒരു സൈഡിൽ. അങ്ങനെ ഒരു മനുഷ്യന് 24 വാരിയലുകളാണുള്ളത്. ഓക്കെ, ഹ്യൂമൻസ് ഹാവ് 33 വെർട്ടിബ്രൽ കോളം. അതായത് മനുഷ്യന് എത്ര വെർട്ടിബ്രൽ കോളം ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യന് എത്ര വെർട്ടിബ്രൽ കോളം ഉണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഹ്യൂമൻസ് ഹാസ് 33 വെർട്ടിബ്രൽ കോളം ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ 115ലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്.